Hi all, hope you all are fine. My topic is understanding constraint satisfaction. So before we go into my section, we need to know what is constraints. We all know constraints are simply conditions. So what is constraint satisfaction in artificial intelligence? In artificial intelligence, constraint satisfaction is the process of finding a solution to a set of constraints that impose conditions that the variable must satisfy. Artificial intelligence constraint satisfaction എന്താണെന്ന് വെച്ചാൽ ഒരു പ്രോസസ്സാണ് പ്രോസസ് ഓഫ് ഫൈൻഡിങ് സൊല്യൂഷൻ ടു എ സെറ്റ് ഓഫ് കൺസ്ട്രെയിൻറ്റ് കുറച്ച് കൺസ്ട്രെയിൻസിന് സെറ്റ് ഓഫ് കൺസ്ട്രെയിൻസിന് സൊല്യൂഷൻ കണ്ടെത്തുന്ന പ്രോസസ്സിനെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ കൺസ്ട്രെയിൻറ്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു വാരിയബിൾ സെറ്റ് തന്നിട്ടുണ്ട്. ആ വാരിയബിൾ സെറ്റിൽ നിന്ന് നമ്മുടെ കുറച്ച് കണ്ടീഷൻസ് ഒബേ ചെയ്തിട്ട് നമ്മൾ വാല്യൂസ് സെലക്ട് ചെയ്യാണ്. ഒരു പ്രോസസ്സിനെയാണ് കൺസ്ട്രെയിൻറ്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. A solution is therefore a set of values for the variable that satisfy all constraints. So constraint satisfactionൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് വാരിയബിൾസ് തന്നെയായിരിക്കും. നമ്മൾ ഒറിജിനൽ വാരിയബിൾ സെറ്റിൽ നിന്നും നമ്മൾ ഈ കണ്ടീഷൻസ് ഒബേ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സെലക്ട് ചെയ്യുന്ന സെറ്റ് ഓഫ് വാരിയബിൾസ് ആയിരിക്കും ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. The technique used in constraint satisfaction depend on the kind of constraints being considered. നമ്മൾ ഏത് കൺസ്ട്രെയിൻസ് ആണോ കൺസിഡർ ചെയ്യുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏത് ടെക്നിക്കാണ് കൺസ്ട്രെയിൻറ്റ് സാറ്റിസ്ഫാക്ഷനിൽ യൂസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ദെൻ അടുത്തത് കൺസ്ട്രെയിൻറ്റ് സാറ്റിസ്ഫാക്ഷൻ പ്രോബ്ലം CSP. A CSP is a problem that requires its solution within some limitations or conditions, also known as constraints. CSP എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം ആണ്. സോ പ്രോബ്ലം ആകുമ്പം അതിനെന്തായാലും സൊല്യൂഷൻസ് വേണം. പക്ഷേ നമ്മൾ ഈ സൊല്യൂഷൻസ് കണ്ടെത്തുന്നത് ഒരു ലിമിറ്റേഷനിനുള്ളിൽ വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കണ്ടീഷൻസ് തന്നിട്ടുണ്ടാവും. സോ അങ്ങനെയുള്ള പ്രോബ്ലത്തിനെയാണ് CSP എന്ന് പറയുന്നത്. സോ CSP കൺസിസ്റ്റ് ഓഫ് 3 components VDC: variable set, domain set and constraint set. V is a set of variables V1, V2, V3 up to Vn. Then D is a set of domains D1, D2, D3, Dn, one for each variable. അതായത് ഇപ്പോൾ V1നും ഒരു ഡൊമെയിൻ ഉണ്ടാവും, V2നും ഒരു സെറ്റ് ഓഫ് ഡൊമെയിൻസ് ഉണ്ടാവും, അങ്ങനെ. ദെൻ C is the set of constraints that specify allowable combination of values. ദെൻ ഇവിടെ V1, V2, V3 up to Vn എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ വാരിയബിൾ സെറ്റും ഡൊമെയിൻ സെറ്റ്സും ഒക്കെ എപ്പോഴും ഫൈനൈറ്റ് ആവണം എന്ന് നിർബന്ധമുണ്ടോ എന്ന്. ഒരിക്കലും ഇല്ല, അത് ഇൻഫൈനൈറ്റും ആവാം. പക്ഷേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ നമ്മൾ മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത് ഫൈനൈറ്റ് ആയിട്ടുള്ള വാരിയബിൾ സെറ്റും ഡൊമെയിൻ സെറ്റും ആയിരിക്കും. ദെൻ അടുത്തതായിട്ട് എങ്ങനെ ഒരു കൺസ്ട്രെയിൻ റെപ്രസെൻറ്റ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. സോ കൺസ്ട്രെയിൻ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഫോമാറ്റാണ് ഇത്. CI = ബ്രാക്കറ്റിനുള്ളിൽ സ്കോപ്പ് റിലേഷൻ. ഇതിൽ CI എന്ന് പറയുന്നത് കൺസ്ട്രെയിൻ നെയിമാണ്. ഈ സ്കോപ്പ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് വാരിയബിൾസ് ദാറ്റ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദി കൺസ്ട്രെയിൻസ്. കൺസ്ട്രെയിൻ സാറ്റിസ്ഫാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സെറ്റ് ഓഫ് വാരിയബിൾസ് ആണ് ഈ സ്കോപ്പിൽ ഇൻക്ലൂഡഡ് ആവുക. ദെൻ റിലേഷൻ എന്ന് പറയുന്നത് റിലേഷൻ ഈസ് ദാറ്റ് ഡിഫൈൻസ് ദി വാല്യൂസ് ദി വേരിയബിൾ ക്യാൻ ടേക്ക്. ഏതൊക്കെ വേരിയബിൾസ് നമ്മൾ സൊല്യൂഷനിൽ ഉണ്ടാവുമെന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ആയിരിക്കും ഈ റിലേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ C1 എന്ന് പറഞ്ഞ ഒരു കൺസ്ട്രെയിൻ തന്നിട്ടുണ്ട്. അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: V1, V2, V1 not equal to V2. നമ്മുടെ സ്കോപ്പ് എന്ന് പറയുന്നത് V1ഉം V2 എന്ന വേരിയബിൾസ് ആണ്. ഇവിടുത്തെ റിലേഷൻ V1 not equal to V2 ആണ്. സോ നമ്മൾ V1ൻ്റെ ഡൊമെയിൻ A ആയിട്ടും V2ൻ്റെ ഡൊമെയിൻ B ആയിട്ടും എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് 1, 2, 1, 4, 2, 4 എന്ന് പറയുന്ന പെയേഴ്സ് ആയിരിക്കും. ദെൻ വെറൈറ്റീസ് ഓഫ് കൺസ്ട്രെയിൻസ്. ഇവിടെ 3 വെറൈറ്റീസ് ഓഫ് കൺസ്ട്രെയിൻസ് ഉണ്ട്. ദാറ്റ് ഈസ് യൂണറി കൺസ്ട്രെയിൻസ്, ബൈനറി കൺസ്ട്രെയിൻസ് ആൻഡ് ഹയർ ഓർഡർ കൺസ്ട്രെയിൻസ്. യൂണറി കൺസ്ട്രെയിൻസ് ഇൻവോൾവ് എ സിംഗിൾ വേരിയബിൾ. അതായത് നമ്മുടെ കൺസ്ട്രെയിനിൽ ഒരു സിംഗിൾ വേരിയബിൾ മാത്രമേ സ്പെസിഫൈ ചെയ്യുന്നുള്ളൂ എങ്കിൽ അത് യൂണറി കൺസ്ട്രെയിൻസ് ആണ്. ഇപ്പം x1 not equal to 3, അതായത് x1 എന്ന വാരിയബിളിൻ്റെ വാല്യൂ ഒരിക്കലും 3 ആവരുത്, അതാണ് നമ്മുടെ കണ്ടീഷൻ. സോ അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒരു വേരിയബിളിനെ മാത്രം സ്പെസിഫൈ ചെയ്യുന്ന കണ്ടീഷൻസ് യൂണറി കൺസ്ട്രെയിൻ്റ് ആണ്. ദെൻ ബൈനറി കൺസ്ട്രെയിൻസ് ഇൻവോൾവ് പെയർ ഓഫ് വാരിയബിൾസ്.
അതായത് x1 ഗ്രേറ്റർ ദാൻ x2, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ വരി v1 നോട്ട് ഈക്വൽ ടു v2. അത് രണ്ട് വേരിയബിൾസിന് കണ്ടെയ്ൻ ചെയ്യും. ഇനി വരുമ്പോൾ അടുത്തത് ഹയർ ഓർഡർ കൺസ്ട്രെയിൻസ് ആണ്. ഇറ്റ് ഇൻവോൾവ് 3 or more, അതായത് നമ്മുടെ കൺസ്ട്രെയിൻ 3 or more വേരിയബിൾസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഹയർ ഓർഡർ. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ജനറേറ്റ് ആൻഡ് ടെസ്റ്റ് മെത്തേഡാണ്. ഈ മെത്തേഡിൽ വി ജനറേറ്റ് 1 by 1 all possible complete variable assignments and for each we test if it is satisfy all constraints. അതായത് നമ്മൾ ഡൊമൈൻസ് വെച്ചിട്ട് നമ്മൾ പോസിബിൾ ആയിട്ടുള്ള എല്ലാ പെയേഴ്സ് ഓഫ് വാരിയബിൾസും സെലക്ട് ചെയ്യും. എന്നിട്ട് ഈ സെലക്റ്റഡ് ആയിട്ടുള്ള പെയേഴ്സ് ഈ കൺസ്ട്രെയിൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സൊല്യൂഷൻ സെറ്റിലേക്ക് ആഡ് ചെയ്യും, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യും. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതൊരു സിമ്പിൾ മെത്തേഡാണ്. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ വളരെ സ്ലോ ആണ്, ടൈം കൺസ്യൂമിങ് ആണ്. അതായത് നമുക്ക് ഈച്ച് വാരിയബിളിലും നെസ്റ്റഡ് ആയിട്ടുള്ള ലൂപ്സ് ഉണ്ടാവും. ഈ ലൂപ്സ് അപ്പോൾ ഈ വാരിയബിൾസിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഇത് ഡിഫിക്കൽട്ടാവും. ഈ മെത്തേഡ് ഡിഫിക്കൽട്ടാവും. സോ ഭയങ്കര ടൈം കൺസ്യൂമിങ് ആവും. അതുകൊണ്ട് തന്നെ ഇത് വളരെ സ്ലോ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പം ഒരു എക്സാമ്പിളിൽ വെച്ചിട്ട് ഈ മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരത്തെ എക്സാമ്പിൾ തന്നെ എടുക്കാം. v1 v2 v1 നോട്ട് ഈക്വൽ ടു v2 എന്ന് പറഞ്ഞ കൺസ്ട്രെയിൻ ആണ് ഇവിടെ ഉള്ളത്. നമുക്ക് എ ബി എന്ന് പറഞ്ഞ 2 ഡൊമൈൻസ് തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് നമ്മൾ എ ബി എന്ന് പറഞ്ഞ ഡൊമൈൻസിൽ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള പെയേഴ്സ് സെലക്ട് ചെയ്യും. അപ്പം പോസിബിൾ ആയിട്ടുള്ള പെയേഴ്സ് എന്തൊക്കെയാണ്? 1 2 1 4 2 2 2 4. അതാണ് നമ്മുടെ പോസിബിൾ ആയിട്ടുള്ള പെയേഴ്സ് ഓഫ് സെറ്റ് വരുന്നത്. എന്നിട്ട് ഈ പെയേഴ്സ് എല്ലാം ഈ കൺസ്ട്രെയിൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ആദ്യം 1 2 എന്ന് പറഞ്ഞ പെയേഴ്സ് ചെക്ക് ചെയ്യും, അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, അപ്പോൾ അത് സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്യും. അങ്ങനെ ഒക്കെ ചെയ്യും. ദെൻ 2 2 2 എന്താണ്, അത് കൺസ്ട്രെയിൻ ഫോളോ ചെയ്യുന്നില്ല, നമ്മൾ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, അപ്പോൾ അത് റിജക്റ്റ് ചെയ്യും. എന്നിട്ട് അടുത്ത വാരിയബിൾ സെലക്ട് ചെയ്യും 2 4, അതും നമ്മളെ കണ്ടീഷൻ സെലക്ട് ചെയ്യുന്നുണ്ട്. സോ അത് നമ്മളെ സൊല്യൂഷൻ സെറ്റിലേക്ക് ആഡ് ചെയ്യും. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന കൺസ്ട്രെയിൻ സാറ്റിസ്ഫാക്ഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതായിരിക്കും. ദെൻ അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് അടുത്ത മെത്തേഡ് നമ്മൾ പോകുന്നത് കൺസിസ്റ്റൻസി ഡ്രിവൺ മെത്തേഡിലേക്കാണ്. കൺസിസ്റ്റൻസി ഡ്രിവൺ മെത്തേഡ് നമ്മുടെ ആ പേര് തന്നെ ഉണ്ട്. അതായത് കൺസിസ്റ്റൻസിയാണ് ഡ്രൈവ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഓരോ പെയേഴ്സ് സെലക്ട് ചെയ്യുമ്പോഴും അത് കൺസിസ്റ്റൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യും. കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ മാത്രമേ അത് മുന്നോട്ട് പോകുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഈ കൺസിസ്റ്റൻസി ഡ്രിവൺ മെത്തേഡിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ദിസ് അൽഗോരിതം റെഡ്യൂസ് ദി സെർച്ച് സ്പേസ് ആസ് പോസിബിൾ ആസ് ഏർലിയർ. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ സെർച്ച് സ്പേസ് റെഡ്യൂസ് ചെയ്യാൻ ഈ അൽഗോരിതത്തിനെ കൊണ്ട് പറ്റും. പിന്നെ ഇത് വളരെ ഡിറ്റർമിനിസ്റ്റിക് ആയിട്ടുള്ളൊരു അൽഗോരിതമാണ്. ഇതിൻ്റെ ഈ അൽഗോരിതത്തിൻ്റെ ഒരു ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്: എ സി എസ് പ്രോബ്ലം ഈസ് ഐ കൺസിസ്റ്റൻറ്റ് if for any choice of domain dj1 dj2 to dji and for any choice of values in the first i-1 domain there is a value in dij such that the I tuple consisting of all these values will not violate any constraints. That is, it is consistent. അതാണ് ഒരു ഡെഫിനേഷൻ, കൺസിസ്റ്റൻസി ഡ്രിവൺ മെത്തേഡിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ മെയിൻലി 2 അൽഗോരിതംസ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതൊന്ന് നോട്ട് കൺസിസ്റ്റൻറ്റും ഒന്ന് ആർട്ട് കൺസിസ്റ്റൻറ്റുമാണ്. അപ്പം നമ്മൾ മുകളിൽ തന്ന ഡെഫിനേഷനിൽ അതിൻ്റെ വാല്യൂ 1 ആവുമ്പോൾ അത് നോട്ട് കൺസിസ്റ്റൻറ്റും, അതിൻ്റെ വാല്യൂ 2 ആവുമ്പോൾ അത് ആർട്ട് കൺസിസ്റ്റൻറ്റും ആവും. അടുത്തത് അൽഗോരിതമാണ്. അപ്പം അൽഗോരിതം ഓഫ് എൻ സി നോട്ട് കൺസിസ്റ്റൻറ്റിൻ്റെ അൽഗോരിതമാണ്. അപ്പോൾ ആദ്യം നമ്മൾ പ്രൊസീജിയർ എൻ സി ക്രിയേറ്റ് ചെയ്യും. അതിൻ്റെ ഉള്ളിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ
വി എന്ന് പറയുന്നത് വാരിയബിൾ സെറ്റാണ്. വാരിയബിൾ സെറ്റിൽ ഒരു വേരിയബിൾ വി ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യും. ഈ വിയുടെ ഡൊമെയിൻ എന്ന് പറയുന്നത് ഡി ആണ്. ആൻഡ് ഈ ഡിയിലെ അതായത് വിയുടെ ഡൊമെയിനിലെ ഒരു എലമെൻ്റാണ് എക്സ്. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യും ഇഫ് എനി യൂറിനറി constraint on V is inconsistent with X, then delete X from D. എന്നിട്ട് ഈ എക്സ് കൺസിസ്റ്റൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യും. എക്സ് കൺസിസ്റ്റൻ്റ് അല്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യും. അതാണ് ഈ അൽഗോരിതം ചെയ്യുന്നത്. അൽഗോരിതം ഓഫ് ആർ കൺസിസ്റ്റൻറ്റ്. അപ്പോൾ അതിൽ വി ഐ വി ജെ എന്ന് പറഞ്ഞ വേരിയബിൾസ് തന്നിട്ടുണ്ട്. അതിൽ വി ഐയുടെ ഡൊമൈനാണ് ഡി ഐ, വി ജെയുടെ ഡൊമൈനാണ് ഡി ജെ. ആൻഡ് ഈ എക്സ് വൈ എന്ന് പറയുന്നത് സെലക്റ്റഡ് ഡൊമൈൻ വാല്യൂസ് ആണ്. സോ ഈ അൽഗോരിതത്തിൽ പറയുന്നത് എന്താ വെച്ചാൽ ഇഫ് ദർ ഈസ് നോ സച്ച് വൈ ഇൻ ഡി ജെ സച്ച് ദാറ്റ് എക്സ് വൈ ഈസ് കൺസിസ്റ്റൻറ്റ്. എക്സ് വൈ എന്ന് പറയുന്ന വാല്യൂസ് സെലക്റ്റഡ് വാല്യൂസ് കൺസിസ്റ്റൻ്റ് ആവുന്ന വൈ വാല്യൂസ് ഡി ജെയിൽ ഇല്ലെങ്കിൽ നമുക്ക് ഡി ഐയിൽ നിന്നും എക്സിൻ്റെ വാല്യൂസ് ഡിലീറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഈ അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. കൺസിസ്റ്റൻസി ഡ്രിവൺ മെത്തേഡിന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു എക്സാമ്പിളാണ് ക്രോസ് വേർഡ് പ്രോബ്ലം. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ബാക്ക് ട്രാക്കിംഗ് ആണ്. ബാക്ക് ട്രാക്കിംഗ് ആണ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് മെത്തേഡ്. പിന്നെ മറ്റുള്ള രണ്ട് മെത്തേഡ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പം മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡും ബാക്ക് ട്രാക്കിംഗ് തന്നെയാണ്. ബാക്ക് ട്രാക്കിംഗ് എന്ന് പറയുമ്പോൾ ആസ് നെയിം സേസ് നമ്മളൊരു എറർ ഫൈൻഡ് ചെയ്യുമ്പം എറർ ഇല്ലാത്ത അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റിലേക്ക് ബാക്ക് ട്രാക്ക് ചെയ്ത് പോവുക. അതാണ് ഈ ബാക്ക് ട്രാക്കിംഗ് മെത്തേഡിനോട് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ രണ്ട് ടൈപ്സ് ഓഫ് ബാക്ക് ട്രാക്കിംഗ് ഉണ്ട്. ഒന്ന് ക്രോണോളജിക്കൽ ബാക്ക് ട്രാക്കിങ്ങും ഡിപ്പെൻഡൻസി ഡിറക്റ്റഡ് ബാക്ക് ട്രാക്കിങ്ങും. സോ ഈ ക്രോണോളജിക്കൽ ബാക്ക് ട്രാക്കിങ്ങിൽ എന്താ പറയുന്നതെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ വെനെവർ ഒരു എറർ നമ്മൾ ഫൈൻഡ് ചെയ്യുമ്പോൾ നമ്മൾ പ്രീവിയസ്ലി ഉണ്ടായിരുന്ന സേഫ് സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ എറർ ഫ്രീ ചോയ്സിലേക്ക് ബാക്ക് ട്രാക്ക് ചെയ്യുക. അതാണ് ക്രോണോളജിക്കൽ ബാക്ക് ട്രാക്കിംഗ് എന്ന് പറയുന്നത്. ആസ് എ ഡെഡ് എൻഡ് ഈസ് ഡിറ്റക്റ്റഡ്, ദി പ്രൊസീജിയർ ഈസ് ടു വിഡ്രോ ദി മോസ്റ്റ് റീസെൻ്റ്ലി മെയ്ഡ് ചോയ്സ് ആൻഡ് it skip to the previous safe state. Then അടുത്ത ബാക്ക് ട്രാക്കിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് ഡിപ്പെൻഡൻസി ഡിറക്റ്റഡ് ബാക്ക് ട്രാക്കിംഗ് ആണ്. സോ ഇതിലെന്താണെന്ന് പറയുന്നതെന്ന് വെച്ചാൽ ദെൻ കമ്മിങ് ടു ഡിപ്പെൻഡൻസി ഡിറക്റ്റഡ് ബാക്ക് ട്രാക്കിംഗ്, അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഓൾസോ നോൺ ആസ് നോൺ ക്രോണോളജിക്കൽ ബാക്ക് ട്രാക്കിംഗ്. ഇതിൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ വെനെവർ യു റീച്ച് എ എറർ ട്രേസ് ബാക്ക് ത്രൂ ഡിപ്പെൻഡൻസീസ്. അതായത് നമ്മളൊരു എററിൽ എത്തുമ്പം ബാക്ക് ട്രാക്ക് ചെയ്യുന്നത് അതിൽ ഡിപ്പെൻഡൻസീസ് വെച്ചിട്ടാണ്. സോ ആ ഡിപ്പെൻഡൻസി എന്തോ ആവാം, അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡിപ്പെൻഡൻസി വെച്ചിട്ടാവും. ആൻഡ് ഒരു എക്സാമ്പിൾ വെച്ചിത് പറയുമ്പോൾ നമുക്ക് അറിയാം, ഞാൻ നേരത്തെ മുമ്പ് ഒരു CSP പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാപ്പ് കളറിങ്. സോ മാപ്പ് കളറിങ് ബാക്ക് ട്രാക്കിങ് വെച്ചിട്ട് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. വി ഹാവ് എ ഗ്രാഫ് ഹിയർ, കൺസ്ട്രെയിൻറ്റ് ഗ്രാഫ്. ഹിയർ ദ കണ്ടീഷൻ ഈസ് edges are not of same color. എഡ്ജസ് സെയിം കളർ ആവാൻ പാടില്ല. അതാണ് നമ്മുടെ കണ്ടീഷൻ വന്നിട്ടുള്ളത്. സോ ഇതൊരു പ്രോബ്ലം ആണ്. അത് നമ്മൾ CSPയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമുക്ക് വാരിയബിൾ സെറ്റ്, ഡൊമെയിൻ സെറ്റ്, കൺസ്ട്രെയിൻറ്റ് സെറ്റ് ക്രിയേറ്റ് ചെയ്യണം. സോ നമ്മൾ വാരിയബിൾ സെറ്റ് എന്ന് പറയുന്നത് 1, 2, 3, 4 എന്ന് പറഞ്ഞ റീജിയൻസ് ആണ്. ദെൻ ഡൊമെയിൻസ് എന്ന് പറയുന്നത് കളേഴ്സാണ്. അപ്പോൾ നമുക്കിവിടെ ഫോർ എക്സാമ്പിൾ ഞാൻ റെഡ്, ഗ്രീൻ, ബ്ലൂ എന്ന് പറഞ്ഞ കളേഴ്സിൻ്റെയാണ് ഡൊമെയിൻ എടുത്തിട്ടുള്ളത്. ദെൻ നമ്മുടെ കൺസ്ട്രെയിൻറ്റ് എന്ന് പറയുമ്പം 1 not equal to 2, 1 not equal to 3, 2 not equal to 4 and 3 not equal to 4. അതാണ് നമ്മളെ ഗിവൻ കൺസ്ട്രെയിൻറ്റ് എന്ന് പറയുന്നത്. സോ ഇതെങ്ങനെ ബാക്ക് ട്രാക്കിംഗ് വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ നോക്കാം. സോ ഇനീഷ്യലി നമുക്ക് ഇപ്പോൾ ഈ ഫസ്റ്റ് നോട്ടിനായാലും സെക്കൻഡ് നോട്ടിനായാലും തേർഡ് നോട്ടിനായാലും ഫോർത്ത് നോട്ടിനായാലും ഏത് കളർ, അതായത് ഈ RGBയിൽ ഏത് കളറും നമുക്ക് കൊടുക്കാം. ദെൻ ഫസ്റ്റ് സ്റ്റെപ്പിൽ
നമ്മൾ 1 എന്ന് പറയുന്ന റീജിയന് റെഡ് കളറ് സെറ്റ് ചെയ്തു. അങ്ങനെ ആകുമ്പം സെക്കൻഡ് റീജിയന്, അതായത് സെക്കൻഡ് റീജിയന് 2 എന്ന് നമ്മൾ കൊടുത്തിട്ടുള്ള റീജിയന് ഗ്രീനോ ബ്ലൂവോ കളേഴ്സ് കൊടുക്കാം. 3ക്കും അതെ ഗ്രീനോ ബ്ലൂവോ ആക്കാം. ആൻഡ് 4നും ഗ്രീനോ ബ്ലൂവോ കളർ കൊടുക്കാം. ദെൻ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോയി. സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ സെക്കൻഡ് റീജിയനിൽ നമ്മൾ ഗ്രീൻ കളറ് കൊടുത്തു. അപ്പം ഫസ്റ്റ് റീജിയൻ്റെ കളറ് റെഡ്, ദെൻ സെക്കൻഡ് റീജിയൻ്റെ കളറ് ഗ്രീന്. അങ്ങനെ ആകുമ്പോൾ തേർഡ് റീജിയന് ഗ്രീൻ ഓർ ബ്ലൂ ആവാം. അതായത് തേർഡ് റീജിയന് എൻ്റെ അഡ്ജസൻറ്റ് റീജിയൻസ് എന്ന് പറയുന്നത് 1ഉം 4ഉം ആണ്. സോ തേർഡ് റീജിയന് കൊടുക്കാൻ പറ്റുന്ന കളർ എന്ന് പറയുന്നത് ഗ്രീനോ ബ്ലൂ ആണ്. ദെൻ ഫോർത്ത് റീജിയനിലേക്ക് വരുമ്പോൾ ഫോർത്ത് റീജിയനിന് നമുക്ക് ബ്ലൂ കളർ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ നമ്മൾ തേർഡ് സ്റ്റെപ്പ് വന്നു. തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ തേർഡ് റീജിയന് ബ്ലൂ എന്ന കളർ കൊടുത്തു. അങ്ങനെ അപ്പം റീജിയൻ 1 റെഡ് കളർ, റീജിയൻ 2 ഗ്രീൻ കളർ, റീജിയൻ 3 ബ്ലൂ കളർ, റീജിയൻ 4 ബ്ലൂ കളർ ആകുമ്പം നമ്മുടെ റൂൾ അവിടെ വയലേറ്റ് ചെയ്യപ്പെട്ടു. അപ്പം നമ്മൾക്ക് ബാക്ക് ട്രാക്ക് ചെയ്യണം. ബാക്ക് ട്രാക്ക് ചെയ്യുമ്പം നമ്മൾ പ്രീവിയസ്ലി സേഫ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റിലേക്ക് പോയി. അതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റേറ്റ്. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റിൻ്റെ കളർ എന്ന് പറയുന്നത് ജി ആണ്. അപ്പോൾ നമ്മൾ തേർഡ് സ്റ്റേറ്റിന് ജി എന്ന ഗ്രീൻ കളർ കൊടുത്തിട്ട് പിന്നെയും ഇത് തുടങ്ങുകയാണ്, പ്രോസസ്സ് തുടങ്ങുകയാണ്. അപ്പം 1ന് റെഡ് കളർ തന്നെ, സെക്കൻഡ് റീജിയന് ഗ്രീൻ കളറ്, തേർഡ് റീജിയന് ഗ്രീൻ കളർ കൊടുത്തു. റൂളൊന്നും വയലേറ്റ് ആവുന്നില്ല. അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. ഫോർത്ത് കളറിന് ബ്ലൂ കളർ കൊടുത്തു. അപ്പം നമുക്ക് ലാസ്റ്റ് റിസൾട്ട് കിട്ടി. നമ്മുടെ ലാസ്റ്റ് റിസൾട്ട് എന്ന് പറയുമ്പം നമ്മുടെ ഗ്രാഫ് ഇങ്ങനെയായിരിക്കും. ഫസ്റ്റ് റീജിയന് റെഡ് കളറും, സെക്കൻഡ് റീജിയന് ഗ്രീൻ കളറും, തേർഡ് റീജിയന് ഗ്രീൻ കളറും, ഫോർത്ത് റീജിയന് ബ്ലൂ കളറും. അപ്പോൾ ഇവിടെ അഡ്ജസൻറ്റ് റീജിയൻസിനൊന്നും സെയിം കളർ ഇല്ല എന്നുള്ള കൺസ്ട്രെയിൻറ്റ് സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ റിസൾട്ട് കിട്ടി. സോ അടുത്തത് ബെനിഫിറ്റ്സ് ഓഫ് CSP ആണ്. ഇപ്പോൾ CSPയുടെ മെയിൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ക്ലീൻ സ്പെസിഫിക്കേഷൻ ഓഫ് മെനി പ്രോബ്ലംസ് ആണ്. ഒരു പ്രോബ്ലം കൊടുത്താൽ അതിന് ക്ലീൻ ആയിട്ടുള്ള ഒരു സ്പെസിഫിക്കേഷൻ നൽകാൻ CSPക്ക് പറ്റും. ആൻഡ് കമ്മിങ് ടു നെക്സ്റ്റ് ബെനിഫിറ്റ്, CSP നോൺസ് വിച്ച് വാല്യൂബിൾ വയലേറ്റ് എ കൺസ്ട്രെയിൻ ആൻഡ് ഹെൻസ് വേർ ടു ഫോക്കസ് ദി സെർച്ച്. ഏത് വേരിയബിളാണ് നമ്മുടെ കൺസ്ട്രെയിൻ വയലേറ്റ് ചെയ്യാമെന്ന് അറിഞ്ഞുകൊണ്ട് അവിടെ ഫോക്കസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് CSP യൂസ് ചെയ്യുന്നത്. Then CSP automatically prune off all branches that violate constraints. CSP നമുക്ക് നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്ത ചോയ്സസ് ഒക്കെ അത് ഓട്ടോമാറ്റിക്കലി പ്രൂൺ ചെയ്യും. അപ്പോൾ ഇതാണ് ഒരു കൺസ്ട്രെയിൻറ്റ് സാറ്റിസ്ഫാക്ഷനെ കുറിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ മനസ്സിലാക്കേണ്ടത്. സോ ഐ തിങ്ക് all you get my point. So thank you.